അപ്പോൾ ഞാനിപ്പോൾ ഈ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ ഒത്തിരി പേരെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊന്നും ഇല്ലാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്കിന് അവരെല്ലാം നമ്മളോട് ഞാൻ ഒരിക്കലും കൊടുത്തതിനൊന്നും കണക്ക് പറയുമല്ലോ, പക്ഷെ ഭയങ്കര പെയിൻ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ. ഹായ് ഗൈസ്, അപ്പം കുറച്ച് നാളുകൾക്ക് ശേഷമല്ല, വളരെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോയിലൂടെ കാണുന്നത്. ആൻഡ് ഈ വീഡിയോ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്, അതുകൊണ്ട് കുറച്ച് ലെന്ത് ആയിരിക്കും. ശരിക്കും ഈ വീഡിയോ ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത് മറ്റൊന്നിനെ പറ്റിയല്ല, എൻ്റെ ഒരു ലൈഫ് ജേർണിയെ പറ്റി തന്നെയാണ്. അത്ര വലിയ ലൈഫ് ജേർണി ഒന്നുമല്ല, എന്നാലും ഞാൻ എവിടെ നിന്ന് തുടങ്ങി, ഇപ്പം എൻ്റെ ഒരു സ്റ്റേജ് എന്താണ്, അതുപോലെ തന്നെ ഇനി എൻ്റെ ഫ്യൂച്ചറിലോട്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. വേറൊന്നുമല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു റീസ്റ്റാർട്ടാണ് എല്ലാം. എൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിലും, എൻ്റെ കരിയർ ആണെങ്കിലും, എൻ്റെ ഫ്യൂച്ചർ ആണെങ്കിലും, ലൈഫാണെങ്കിലും എല്ലാം ഒന്ന് ആദ്യത്തിൽ നിന്ന്, അതായത് ഒന്നിൽ നിന്ന് തുടങ്ങാനായിട്ട് ഉള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ എങ്ങനെ തിരിച്ച് യൂട്യൂബിലോട്ട് വരും എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് കൂടുതൽ ആലോചിക്കേണ്ടി ഒന്നും വന്നില്ല. എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി തന്നെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒത്തിരി വളച്ചുകെട്ടലുകളോ ഇൻട്രൊഡക്ഷനോ ഒന്നും ഇല്ലാതെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ബാ. എൻ്റെ +2 കാലഘട്ടം കഴിഞ്ഞ് ഞാൻ 2016 കോളേജിലോട്ട് ജോയിൻ ചെയ്യുന്നത്. കോട്ടയം ബെസലീസ് കോളേജിലാണ് ഞാൻ പഠിച്ചത്. എക്കണോമിക്സ് ആണ് ഞാൻ എൻ്റെ സബ്ജക്റ്റായിട്ട് എടുത്തത്. ഈ എക്കണോമിക്സ് എടുക്കുന്നതിനൊരു കാര്യമുണ്ട്. എനിക്ക് ഒന്നാമത്തെ കാര്യം, സത്യസന്ധമായിട്ടുള്ള ആദ്യത്തെ കാര്യം പറയാം. +2 കഴിഞ്ഞിട്ട് എന്തെടുക്കണം എന്ന് നമുക്ക് പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ അന്നത്തെ ഒരു കരിയറിനെ പറ്റി പറഞ്ഞു തരാനായിട്ട് ഒരു ആൾക്കാരും ഇല്ലായിരുന്നു. അപ്പം നമുക്കറിയാവുന്ന ആകെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞ് ഡിഗ്രി കോളേജിൽ പോകുക എന്നുള്ള ലക്ഷ്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ വന്നത്. പിന്നെ ഈ എക്കണോമിക്സ് എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കൊമേഴ്സ് ആയിരുന്നു. അപ്പം ഒബ്വിയസ്ലി BCom ആണ് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത്. എനിക്ക് പണ്ട് തൊട്ട് ഈ അക്കൗണ്ടൻസി എന്ന് പറയുന്ന വിഷയം കണ്ണെടുത്താൽ കാണരുത്. പഠിപ്പിച്ച ടീച്ചറെ ഇഷ്ടമില്ല, ആ വിഷയവും എനിക്കിഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അക്കൗണ്ടൻസി ഉണ്ടെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് BCom ഓപ്റ്റ് ചെയ്തില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. എനിക്ക് സിവിൽ സർവീസ് അറ്റൻഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു എക്സാം പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ കുറേ പേര് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടു. സോ അന്ന് അതെടുത്തേക്കാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ എക്കണോമിക്സ് എടുത്ത് ബെസലീസ് കോളേജിലോട്ട് ചെല്ലുന്നത്. എൻ്റെ ലൈഫിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 വർഷങ്ങളാണ് എനിക്ക് ആ കോളേജ് തന്നിട്ടുള്ളത്. ഇപ്പം ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, ടീച്ചേഴ്സ് ആണെങ്കിലും ശരി, ആംബിയൻസ് ആണെങ്കിലും ശരി, കോളേജ് പൊളിറ്റിക്സ് ആണെങ്കിലും ശരി, എല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷമായിട്ട്, വളരെ സമാധാനത്തോടുകൂടി, മറ്റ് ടെൻഷനുകളൊന്നും ഇല്ലാതെ കിടന്നുറങ്ങിയ 3 വർഷമേ ഉള്ളൂ. അത് ഈ പറയുന്ന എൻ്റെ കോളേജ് ലൈഫാണ്. സ്കൂൾ ലൈഫും അത്ര ഹാപ്പി ആയിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. 10 വരെ ഹാപ്പി ആയിരുന്നു. +1ഉം +2ഉം അത്ര ഹാപ്പി ആയിട്ടൊരു കോളേജ് ലൈഫൊന്നും അല്ലായിരുന്നു. പക്ഷേ ഈ കോളേജ് ലൈഫ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു റിയൽ വേൾഡിലോട്ട് ഇറങ്ങുന്നത്. അപ്പം എൻ്റെ കോളേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹയർ സ്റ്റഡീസ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. MA MPhil ഒക്കെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ വീട്ടിലെ കുറച്ച് സാഹചര്യങ്ങളും കാരണം എനിക്ക് അത് അങ്ങോട്ട് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഉടനടി തന്നെ ഒരു ജോലി എന്നൊരു കൺസെപ്റ്റിലോട്ട് പോയി. അപ്പോൾ എനിക്ക് ഒരു 6 മാസത്തിനുള്ളിൽ, കോളേജ് കഴിഞ്ഞ് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഒരു ജോബും വന്നു. ആദ്യത്തെ ഒരു ജോബ് വന്ന്. അത് നമ്മുടെ ഒരു ഫിനാൻസിലായിരുന്നു. ഞാൻ ഒന്നിൻ്റെ പേര് പറയുന്നില്ല കേട്ടോ. ആ ഫിനാൻസിൽ വന്നപ്പോൾ ഞാൻ ഓർത്തെന്നാ അതെടുത്തിട്ട് നമുക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് അവിടെ ജോലിക്ക് പോയത്. പക്ഷേ അവിടുത്തെ പ്രഷറും ടാർഗറ്റ് കാര്യങ്ങളെല്ലാം കാരണം എനിക്ക് അതും പിന്നീട് ഡിസ്റ്റൻ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നെ അവിടെ ഒരു വർഷം 1 മാസം ഞാൻ ആ ഒരു ഫിനാൻസിൽ ജോലി ചെയ്തു.
അതിൽ 6 മാസം ഒരു ബ്രാഞ്ചിലായിരുന്നു, ഗാന്ധിനഗർ ബ്രാഞ്ചിൽ. വളരെ നല്ലൊരു ഒരു അനുഭവമാണ് അവിടുന്നൊക്കെ ഉണ്ടായത്. കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നല്ല ആൾക്കാർ. അതിനുശേഷം ഞാൻ കല്ലറ ബ്രാഞ്ചിലോട്ടാണ് ട്രാൻസ്ഫർ ആയത്. അപ്പോൾ അവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന സാലറിയും എൻ്റെ വീട്ടിൽ നിന്ന് ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ടുള്ള പെട്രോൾ ചെലവും തമ്മിൽ മീറ്റായി പോകുന്നില്ല. കാരണം 24 കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ്. അപ്പം ഡെയിലി പോയി വരിക, ബൈക്കിന് പോയി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, 49 കിലോമീറ്ററിനടുത്ത് വരും. ബസ്സിന് പോക്കും എനിക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം 8:30 ആകുമ്പോൾ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണം. അപ്പോഴത്തേക്കിന് ഞാൻ വീട്ടിൽ നിന്ന് 3 ബസ് കയറി വേണം ഇവിടെ വരാനായിട്ട്. സോ ഞാൻ എന്നാലും വലിയ കുഴപ്പമില്ലാതെ തട്ടിമുട്ടി പോവായിരുന്നു. പക്ഷെ ആ ബ്രാഞ്ച് ഹെഡും ഞാനുമായിട്ട് ചേർന്ന് പോയല്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും നാൾ പുള്ളിക്കാരത്തി ആ ഒരു ലോകം അടക്കി വാണോണ്ടിരുന്ന ആ ലോകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നു. പല കാര്യത്തിനും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു. ഞാൻ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെയായിട്ട് സ്ഥിരം ഞാൻ മാത്രമല്ല കേട്ടോ, അവിടെ ഉണ്ടാകുന്ന സ്റ്റാഫുകളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒരു പൊട്ടാപ്പൊട്ടിയൊക്കെ ആയി. സോ അവിടുന്ന് ട്രാൻസ്ഫർ മേടിച്ച് വേറൊരു ബ്രാഞ്ചിലോട്ട് പോരാം എന്നൊക്കെ ഒന്ന് ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ട്രാൻസ്ഫർ കിട്ടിയില്ല. പിന്നീട് അവർ ട്രാൻസ്ഫർ അടിക്കുകയാണെങ്കിലും ആ ഏരിയ വൈസാണ് ട്രാൻസ്ഫർ അടിക്കുന്നത്. അപ്പം നേരെ കുറവിലങ്ങാട് പാലയൊക്കെ പോകേണ്ടി വരും. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാലും എനിക്ക് അധികം ഈ ഡിസ്റ്റൻസിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് എനിക്ക് മുന്നോട്ട് അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നായപ്പോൾ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു, ഇറങ്ങി. അത് കഴിഞ്ഞിട്ടൊരു 3 മാസം വീട്ടിൽ ഇരിക്കേണ്ടി വന്നിട്ടുള്ളൂ. ദൈവം സഹായിച്ചൊരു ജോലി കിട്ടി. അതും ഒരു ഫിനാൻസിലാണ്, അതൊരു വെഹിക്കിൾ ഫിനാൻസാണ്. കുറച്ചും കൂടെ ലാർജ് സ്കെയിലുള്ള ഫിനാൻസാണ്. ഞാൻ വളരെ ഹാപ്പിയായി. ഒരു കോർപ്പറേറ്റ് ജോലിയാണത്. ഓക്കെ. പക്ഷേ ഈ മാങ്ങയുടെ എന്താ പറയുന്നത്, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, മാങ്ങയുടെ അടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ പുളി അറിയത്തുള്ളൂ. അതുപോലെയാണ് ഈ കോർപ്പറേറ്റ് ജോലികൾക്ക് കുറേ ഗിമിക്സുകളുണ്ട്. ലാപ്ടോപ്പ്, ടൈ, കോട്ട്, ഗെറ്റപ്പ്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റ് ജോലി എന്താണെന്ന് അറിഞ്ഞവർക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു പുളിപ്പ് എന്താണെന്ന് ശരിക്കും അറിയാൻ പറ്റും. അപ്പം ഞാനവിടെ ചെന്ന് ജോയിൻ ചെയ്തു. കുറച്ച് കുഴപ്പമില്ല, മാസങ്ങൾ കുഴപ്പമില്ലാതെ പോയി. പക്ഷേ അവിടുത്തെ ഞാൻ ഏറ്റവും ഫേസ് ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആ ഒരു ബ്രാഞ്ചിൽ അവരെപ്പോഴും സംസാരിക്കുക പ്രോഫിറ്റിനെ പറ്റി, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ്. അത് ഒബിയസ്ലി അങ്ങനെ ആയിരിക്കുമല്ലോ കോർപ്പറേറ്റ്. പിന്നെ ഞാൻ ഓപ്പറേഷൻസിലാണ് ഞാൻ ജോലിക്ക് കയറിയത്. അപ്പോൾ ജോലിക്ക് കയറുമ്പോൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ക്യാഷ് ഹാൻഡിൽ ചെയ്യണം നീ, അതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഓപ്പറേഷൻസിൽ സഹായിക്കണം. ഓക്കെ, ഞാനും ഓക്കെ ആയിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞപ്പം കുറേ കാര്യങ്ങൾ വരാൻ തുടങ്ങി. ഒബ്വിയസ്ലി എനിക്ക് ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കളക്ഷൻ്റെ കുറേ മാനേജേഴ്സ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമ്മളോട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ കുറേ ആൾക്കാരുമുണ്ട്. ഇവന്മാർക്ക് ഫ്രണ്ടിൽ ലാപ്ടോപ്പ് ഉണ്ട്, ചെയ്താൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും എടുക്കാൻ അറിയില്ല. നമ്മളിത് സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ അതിനകത്ത് എന്തെങ്കിലും ഡിലേ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അത് ഹയറിലോട്ട് കംപ്ലൈൻറ്റ് ചെയ്യുക, അവിടെ വിളിക്കുക, ഇവിടെ വിളിക്കുക. ഇത് തന്നെയായിരുന്നു പരിപാടി. എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അതും അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോണ്ടിരുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അവിടെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വരുന്നത്. അപ്പോൾ ഏതൊരു നല്ല കമ്പനിയാണെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പുതിയത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അവിടുത്തെ ഒരു ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ട്രെയിനിങ് കൊടുക്കും. പക്ഷേ ഈ മഹത്തായ കമ്പനി ട്രെയിനിങ് പോയിട്ടൊരു തേങ്ങ പോലും ഞങ്ങൾക്ക് തന്നില്ല. അപ്പം പ്രത്യേകിച്ച് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ക്യാഷാണ്. ക്യാഷിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടും. അത് എപ്പോഴാണെങ്കിലും ഏതൊരു കമ്പനിയിലാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ എന്താ പറയുക, ഒരു ഫ്രഷറായിട്ട് കയറാൻ നിൽക്കുന്ന ഒരാളാണെങ്കിലും ശ്രദ്ധിച്ചോ, നിങ്ങൾ ക്യാഷിലാണ് നിങ്ങളുടെ ജോലിയെങ്കിൽ അവിടെ ആരും ഇടപെടാനായിട്ട് വരില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇവരോട് റിക്വസ്റ്റ് ചെയ്തു, എൻ്റെ മാനേജർ മുഖാന്തരം റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ എനിക്ക് അവിടുന്ന് വളരെ വിചിത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അവർ തിരിച്ചു ചോദിക്കുന്നത്, നിങ്ങൾക്കിത് തന്നെ പഠിച്ചുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അതായത് IT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കമ്പ്യൂട്ടർ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രം അറിയാവുന്ന ഒരാൾ ആണ് ഞാൻ.
അപ്പം എന്നെപ്പോലെയുള്ള ഒരാളോട്, ക്യാഷും കൂടെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളോട് അവർ പറയുകയാണ് നിങ്ങൾ തന്നെ പഠിക്കുക. അതായത് അപ്പം ഞാൻ പറയുന്നത്, ഇതിനകത്ത് ക്യാഷിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മണ്ടയിലും ഇരിക്കും. അപ്പം അങ്ങനെ ഒരു ഇതായി എനിക്ക് ഈ ഓഫീസിലും മൾട്ടി ടാസ്കിങ് ആയി. അതായത് ഓപ്പറേഷൻസുകാർ ഒരിക്കലും സെയിൽസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ നമുക്ക് ഈ ഒരു കമ്പനിയുടെ തന്നെ ഇൻഷുറൻസ് നമുക്കൊരു ടാർഗറ്റായിട്ട് തന്ന് ആ ഇൻഷുറൻസ് സെയിൽ ചെയ്യാൻ പറയുന്നു. അതിൻ്റെ കൂടെ ക്യാഷ്, അതിൻ്റെ കൂടെ ഈ മാനേജർമാർ, അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഭ്രാന്തായി. എനിക്ക് ഉറക്കം ഇല്ലാതായി, ടെൻഷനായി. കാരണം എനിക്ക് അന്ന് ഒരു 23 വയസ്സൊക്കെ ഉള്ളൂ കേട്ടോ. ഭയങ്കര പ്രശ്നങ്ങളായി, ഹെൽത്ത് നന്നായിട്ട് ബുദ്ധിമുട്ടാകാൻ തുടങ്ങി. സോ എനിക്ക് അവിടുന്ന് ക്വിറ്റ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ടോട്ടൽ ലോസ്റ്റ് ആകുമെന്ന് എനിക്ക് തന്നെ തോന്നി. ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തിറങ്ങി. പക്ഷേ ഇപ്പോൾ ഓർക്കുമ്പം ഞാൻ അവിടെ പിടിച്ച് നിൽക്കണമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പ്രശ്നം വന്നാലും പ്രശ്നം വരട്ടെ, വന്നു കഴിയുമ്പോൾ നമുക്ക് നോക്കാമെന്നൊരു രീതിക്ക് ഞാൻ നിൽക്കണമായിരുന്നു. പക്ഷെ എനിക്കത് എന്തോ പറ്റിയില്ല, ഞാൻ അവിടുന്ന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പോകണമെന്ന് കരുതാത്ത ഒരു ലൈഫിലോട്ട് പോകാനായിട്ട് തുടങ്ങി. ഞാൻ ഒരിക്കലും എന്നെ അങ്ങനെ കാണാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ലൈഫിലോട്ടായി. കാരണം പിന്നീട് ഞാൻ ചെല്ലുന്ന കമ്പനികളിൽ, ഇപ്പം ഒരു പ്രൈവറ്റ് ബാങ്കിൽ ഞാൻ ചെന്നു, ഇൻ്റർവ്യൂവിന് ചെന്നു. അവർ പറയുന്ന ക്രൈറ്റീരിയസ് എല്ലാം ഞാൻ മീറ്റ് ചെയ്തതാണ് ആദ്യത്തെ കമ്പനിയിൽ. പക്ഷെ അവർ നോക്കുന്നത് ഈ കമ്പനിയിൽ എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ കറക്റ്റായിട്ട് ഡീറ്റെയിൽഡായിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ അവർ ആകെ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ. സോ അതാണ് അവിടെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് അതിനു മുമ്പ് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾ ആ കമ്പനിയിൽ എന്തെല്ലാം നേട്ടങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്, ഇതൊന്നും കൺസിഡർ ചെയ്യില്ല. തൊട്ട് മുമ്പത്തെ കമ്പനിയിൽ നിന്ന് 6 മാസത്തിനുള്ളിൽ ഇറങ്ങി, അത് മാത്രമാണ് കൺസിഡർ ചെയ്തത്. മോസ്റ്റ് ഓഫ് ആൾക്കാരും അതേ കൺസിഡർ ചെയ്യുള്ളൂ. അത് അവരൊരു പ്രശ്നമല്ല. അല്ലെങ്കിൽ പിന്നെ അതുപോലെ മനുഷ്യപ്പറ്റുള്ള ആരെങ്കിലും ആയിരിക്കണം. ഞാൻ പോയ ബാങ്കിലിരുന്നത് ഒരു മനുഷ്യപ്പറ്റുള്ള സ്ത്രീയാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ അത്രയും അവരോട് ജെന്യുവനായിട്ട് സംസാരിച്ച്, ഞാൻ ഇവിടെ എന്ത് ടാസ്ക് വന്നാലും ഞാനത് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടോളൂ എന്നുള്ള രീതി പറഞ്ഞിട്ട് പോലും അവർക്കത് അക്സെപ്റ്റബിൾ അല്ല. സോ അത് അവരുടെ ഇഷ്ടമാണ് കേട്ടോ, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നുമില്ല, അവരുടെ ഇഷ്ടമാണ്. ഓക്കെ. പിന്നെ അങ്ങനെ ഈ എന്താ പറയുന്നത്, ഒഫീഷ്യലായിട്ടൊരു ജോലിയിലേക്ക് പറ്റാതായി ശ്രമിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ സാലറി ഇഷ്യൂ വരും. സെലക്ട് ആയതെല്ലാം വളരെ തുച്ഛമായ സാലറിയിൽ ഇതാകുന്നത്, അല്ല സാലറി അത്യാവശ്യം ഉള്ളതിനകത്തോട്ട് പോകുമ്പോൾ ഈ ഒരു കാര്യം കയറി വന്ന് അങ്ങനെ ഇരുന്നിരുന്ന് പിന്നീട് കുറച്ച് അൺഒഫീഷ്യലായിട്ട് ചെറിയ പാർട്ട് ടൈം ജോലികൾ, ഒരു കളക്ഷൻ ഏജൻ്റായിട്ട് ഒരു 6 മാസം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അവനുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു ദുരിതം കണ്ടിട്ട് അവനൊരു ഇല്ലാത്ത പോസ്റ്റ് അവിടെ ഉണ്ടാക്കി എനിക്ക് കുറച്ച് നാളത്തേക്ക് ജോലി തന്നു. പിന്നെ ഞാൻ അവിടെ, എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ അവിടെ ഒരു പോസ്റ്റിൻ്റെ കാര്യം ഇല്ല. വെറുതെ പോയി ഇരിക്കുക, അവനെ ബുദ്ധിമുട്ടിച്ച് പൈസ മേടിക്കുന്ന ഒരു അവസ്ഥയായി. സോ നമ്മൾ കാണുന്ന ഒരാൾക്കൊരു ബുദ്ധിമുട്ട് അത് ശരിയല്ലല്ലോ. ഞാൻ തന്നെ അവിടുന്ന്, അതായത് അവിടെ ഒരു വർക്കുകൾ കുറഞ്ഞു വരുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫെല്ലാം നാട്ടിൽ പോകും. അപ്പോൾ ആ സമയത്ത് ഞാനും വീട്ടിൽ നിന്ന് പോകാതായി. പിന്നീട് വർക്ക് വന്നപ്പോഴും കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ അതൊരു ശരിക്കും ഒരു കുത്തഴിഞ്ഞ പുസ്തകമാണ് അവിടെ. നമ്മളത് എത്ര കുത്തിക്കെട്ടാൻ ശ്രമിച്ചാലും അതവിടെ പ്രശ്നങ്ങളെ ഉണ്ടാക്കുകയുള്ളൂ, അതെനിക്ക് മനസ്സിലായി. സോ ഞാൻ അവിടുന്ന് ബാക്ക് ഓഫ് ചെയ്ത്. പക്ഷെ അവനോട് എനിക്കിപ്പോഴും, അവൻ്റെ പേര് അമൽ എന്നാണ് കേട്ടോ, എനിക്കിപ്പോഴും ഞാൻ എപ്പോഴും നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരുന്നപ്പോഴത്തേക്കിന് എനിക്ക് വേറൊരു ഹെൽപ്പിംഗ് ഹാൻഡും ഇല്ല. പക്ഷെ അവൻ എനിക്ക് ആ ഒരു ഹാൻഡ് എനിക്ക് തന്ന്, അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇൻസിഡൻ്റാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ്റെ കാലമാണ്. ഞാൻ ശരിക്കും എന്താണ് ഡിപ്രഷൻ, ഞാൻ ഈ വായിച്ചും അല്ലെങ്കിൽ കുറേ വീഡിയോസ് കണ്ടിട്ടുള്ള ഒരു അനുഭവമുള്ളൂ. പക്ഷെ ഇത് ശരിക്കും അനുഭവിക്കണം. ഈ അത് എന്തുമാത്രം ഭയാനകമാണെന്ന് നമുക്ക് മനസ്സിലാവും.
കാരണം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് ഒരു 25 വയസ്സിന് മേളിൽ ഇപ്പോഴും ഒരു കറക്റ്റായിട്ടൊരു ജോലി കറക്റ്റായിട്ട് കിട്ടാത്ത ഒരാൾക്ക്, ഫാമിലിയിൽ നിന്ന് വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം കുറേയൊക്കെ മനസ്സിലാവും. അപ്പോൾ പിന്നെ അങ്ങനെ ഡിപ്രഷനാണ്. അങ്ങനെ ഡിപ്രഷൻ കയറി ഞാൻ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലെത്തി. ബിക്കോസ് ഞാൻ മെൻ്റലി ഡിപ്രസ്ഡായി. ഫിസിക്കലി ഞാൻ ഭയങ്കരമായിട്ട് ലോ ആയി. എൻ്റെ ഹെൽത്തും, അതായത് എനിക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു ആങ്സൈറ്റി അല്ല, എന്തെങ്കിലും ഇതുപോലെ സങ്കടമോ വിഷമോ ഒരു ആങ്സൈറ്റി ഒക്കെ വരുമ്പം എനിക്ക് വിശക്കും. ഞാൻ നന്നായിട്ട് ഫുഡ് ഇൻടേക്ക് ചെയ്യും. സോ ഞാൻ ഫിസിക്കലി മെൻ്റലി നല്ല രീതിയിൽ ഔട്ടായി. പെട്ടെന്ന് എന്തോ ഒരു അഡ്രിനാലിൻ റഷ് പോലെ എനിക്ക് തോന്നി, എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ മുന്നോട്ട് പറ്റില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഞാൻ എൻ്റെ ബോഡി എങ്കിലും ഒന്ന് ശരിയാക്കണം. അങ്ങനെയാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസയും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചൊരു കുറച്ച് പൈസയായിട്ട്, എൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ് കടുവക്കുളം, അവിടെ ഒരു ജിമ്മും ഒരു 6 മാസം മുമ്പ് ഇട്ടായിരുന്നു. ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു. എന്നിട്ട് ഞാൻ എന്നെ തന്നെ ബോധിപ്പിക്കാനായിട്ടൊരു 100 days ചലഞ്ചൊക്കെ വെച്ചു. അപ്പം അത് കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടു, ഒരു 60 വീഡിയോസോളം യൂട്യൂബിൽ ഇട്ടു. പക്ഷേ ഇൻസ്റ്റയിൽ ഞാനത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചൊരു ബോഡി ഫിസിക്കിലേക്കൊന്നും എനിക്ക് എത്താൻ പറ്റിയില്ല. കാരണം ഫുഡിൻ്റെ പ്രോട്ടീൻ ഫുഡ് കുറച്ച് എക്സ്പെൻസീവ് ആണല്ലോ. അപ്പോൾ അത്രയും എക്സ്പെൻസ് എനിക്ക് ആ മൊത്തത്തിൽ മീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് എനിക്ക് കിട്ടുന്ന ഫുഡ് ഞാൻ കഴിച്ച് ഒരു ഇതിലോട്ട് വന്നു. പക്ഷെ ആ ഒരു ഫിസിക്കലി എന്നേക്കാളും കൂടുതൽ മെൻ്റലി ഞാൻ കുറച്ച് റിഫ്രഷ്ഡായി ആ ഒരു ജിമ്മുകൊണ്ട്. പിന്നെ കുറച്ച് സ്ട്രോങ് ആയി, പഴയ ഒരു രീതിയിൽ നിന്നൊക്കെ കുറച്ച് സ്ട്രോങ് ആകാനായിട്ട് സാധിച്ചു. പിന്നെ ആ ഒരു പോക്കായിരുന്നു കേട്ടോ. ഇപ്പോഴും ആ ഒരു ജേർണി അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെയും ഞാൻ ഇടയ്ക്ക് ഡൗൺ ആയി. പിന്നെ ഇടയ്ക്ക് വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റാതെ നല്ല രീതിയിൽ ഡൗൺ ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആണ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഇനിയും മുന്നോട്ട് പോകണം, ലൈഫ് തീർന്നിട്ടില്ല എന്നൊരു തോന്നൽ വന്നു. സോ ഞാനൊരു അതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണമല്ലോ, കാരണം എനിക്കിപ്പോൾ ഒരു കരിയർ ബ്രേക്ക് പോലെ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചാണ് ഡാറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് തുടർന്നുള്ള വീഡിയോകൾ ഞാൻ എവിടെയാണ് ജോയിൻ ചെയ്തത്, എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ നിങ്ങളോട്. അപ്പം ഞാനിപ്പോൾ ഈ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ ഒത്തിരി പേരെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം അത് തന്നെയാണ്. ഒത്തിരി പേരെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളോട് വലിയ രക്തബന്ധവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കുറേ മനുഷ്യരുണ്ട്. നമ്മൾ രക്ഷപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അങ്ങനെ എനിക്ക് ഒരുപാട് പേരുണ്ട്. അവർ എന്നെ അതുപോലെ ഒരു അനിയനെ പോലെ കണ്ട് എനിക്ക് ഫിനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയുണ്ട്. ആളുടെ പേരൊന്നും ഞാനിപ്പം ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല, ആരുടെയും പേര് മെൻഷൻ ചെയ്യുന്നില്ല. ജോലി ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്ത കുറേ ആളുകളുണ്ട്. പക്ഷെ നമുക്കൊന്നും ഇല്ലാത്ത അവസ്ഥ വന്നപ്പോഴത്തേക്കിന് അവരെല്ലാം നമ്മളോട് ഞാൻ ഒരിക്കലും കൊടുത്തതിനൊന്നും കണക്ക് പറയുമല്ല, പക്ഷെ ഭയങ്കര പെയിൻ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായി. അതായത് ഇപ്പോൾ നമ്മളൊരു അത്യാവശ്യത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പം, ഉദാഹരണത്തിന് 1000 രൂപ ചോദിക്കുമ്പം ഞാൻ ചോദിക്കാതെ അങ്ങോട്ട് കൊടുത്ത ആളോടാണ് ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചോദിക്കാന്ന് വയ്ക്കുക, എന്തിനാണിത്, എപ്പോൾ തിരിച്ചു തരും, അല്ലെങ്കിൽ ഇപ്പം ഇതിൻ്റെ ആവശ്യം എന്താണ്, അങ്ങനെയൊക്കെ ചോദിച്ചു. ഇത് ഒന്നും വെളിയിൽ നിന്നുള്ള ആളുകളല്ല കേട്ടോ, അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകൾ, റിലേഷനും ആരാന്നൊന്നും പറയുന്നില്ല. ഒരാളല്ല, കുറച്ച് പേര് അങ്ങനെ ഉണ്ടായി. പിന്നെ കുറേ പേര്, പിന്നെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്സിനെ 2 തട്ടി കാണുന്ന ആൾക്കാരെ മനസ്സിലായി. അത് ഞാനിപ്പം ഫുള്ളി അവോയ്ഡ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കഥകൾ നമുക്ക് പറയാം. അതായത് 2 തരത്തിലാണ് ഫ്രണ്ട്സിനെ കാണുന്നത്. അങ്ങനെയുള്ള ഒരാളെയൊക്കെ ഞാൻ ലൈഫിൽ നിന്ന് ഒഴിവാക്കി. ഇനിയിപ്പം തിരിച്ചെനിക്ക് വേണ്ട എന്നുള്ള രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്.
നമുക്ക് ഇങ്ങനത്തെ ഒരു ഡൗൺഫോൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ശരിക്കുള്ള ഫ്രണ്ട്സും അല്ലെങ്കിൽ ശരിക്കുള്ള നമ്മുടെ വെൽവിഷേഴ്സ് ആരാന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ദൈവം സഹായിച്ച് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ പറയേണ്ട കാര്യം എന്താണ്, എൻ്റെ ജിമ്മിലെ ആൾക്കാർ, ജിമ്മിലെ ഓണേഴ്സ്, അവർ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ഫിനാൻഷ്യലി ഞാൻ കുറച്ച് പ്രശ്നമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ജിമ്മിലെ ഫീസ് കൊടുക്കാൻ പറ്റാതാകുമ്പം എനിക്ക് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. അതെനിക്ക് അടിക്കും, ഞാൻ പോകാതിരിക്കും. കുറച്ച് 2-3 ദിവസം കഴിയുമ്പോൾ അവർ വിളിക്കും, എന്താ നീ വരാത്തെ? കാരണം അവർക്ക് കാര്യങ്ങൾ അറിയാം. നിന്നോട് ചോദിച്ചില്ലല്ലോ, നിനക്ക് വന്ന് ചെയ്താൽ പോരെ, നീ വന്ന് ചെയ്തു. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോഴും എനിക്ക് പെൻഡിങ് ഉണ്ട് അവർക്ക് കൊടുക്കാനായിട്ട്. എന്നിട്ട് പോലും ഇന്നേ വരെ അവർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോൾ കൊടുക്കുന്നോ അപ്പം മാത്രമേ അവരത് എടുക്കത്തുള്ളൂ. കാരണം ആ ഒരു സിറ്റുവേഷൻ അറിയാവുന്നതുകൊണ്ട്. അങ്ങനെ നമ്മുടെ ആരും അല്ലാതെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് മാത്രം നമ്മുടെ എല്ലാം ആയ കുറേ ആൾക്കാരുണ്ട്. അതുപോലെ ജിമ്മിലെ പാർട്ട്ണർ, അവരൊക്കെ അതുപോലെ പറയുമ്പോൾ കുറച്ച് ഇമോഷനൊക്കെ ആവും. പക്ഷെ അങ്ങനെ ഉണ്ട്, ഒത്തിരി മനുഷ്യരുണ്ട്. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരിക്കലും ഒറ്റയ്ക്കാകില്ല. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇത് ചെയ്യാനും കാണും, നമ്മളെ തള്ളിക്കളയാനും ആൾക്കാർ കാണും. അപ്പം തള്ളിക്കളയുന്നവരെയൊക്കെ മാറ്റി നിർത്തുക, മുന്നോട്ട് നല്ല രീതിയിൽ പോകുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്താണെങ്കിലും ഇപ്പം ഈ ലെവലിലാണ് നിൽക്കുന്നത്. ഒരു കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത് അത്യാവശ്യം വലിയ കുഴപ്പമില്ല പോകുന്നു. ഇനി അത് എവിടെ ചെന്ന് എത്തും, എന്താകും എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. പക്ഷെ എപ്പോഴും ഒരു വിശ്വാസമുണ്ട്, മുന്നോട്ട് പോകാൻ പറ്റും. എനിക്കതിനുള്ളൊരു ഗട്ട്സ് ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിത്തുടങ്ങി. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഒന്ന് ആദ്യം തൊട്ട് റീസ്റ്റാർട്ടാണ്. സോ അപ്പം നമ്മുടെ ഈ യൂട്യൂബ് ചാനലും ഇനി തുടർന്ന് വീഡിയോസൊക്കെ ഇടും. നിങ്ങൾ കാണണം, കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്കിനി അടിച്ചു പൊളിച്ച് മുന്നോട്ട് ഒന്നിച്ച് പോകാം. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ കുറേ പേർക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു, സൈനിങ് ഔട്ട്. ബൈ ബൈ.